അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കരയേന്. എനിക്ക് പ്രതികാരം ചെയ്യണം. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഓപ്പണിംഗ് ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? അപ്പൊ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ അർജുനെ റോസ്റ്റ് ചെയ്താൽ എങ്ങനെ? എനിക്ക് പിന്നെ രണ്ടുമില്ലാണ്ടിരിക്കൂ. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ട്രോൾ ചെയ്യണം എന്താ അറിയാമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടി ട്രോൾ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ അർജുനൻ ട്രോൾ ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആ പാവം പട്ടിണിയർന്ന് ചാവും. ആരെ? ഞാൻ വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. ശമ്പളം കിട്ടിയില്ല, സാലറി വെടി പോകുന്നതാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. പൂച്ച കയറി നശിപ്പിച്ച കംപ്ലീറ്റ് വെട്ടുവാദം ഉണ്ടോ ഇയാൾക്ക്? ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ പറ ഗോപാല. എഴുതാൻ ഇവിടെ വേറെ ആമ്പിള്ളാരുണ്ട്, നീ അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതാണ് നിനക്ക് കാണണ്ട പ്രൊട്ടക്ഷൻ അല്ലേ? ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. പോട്ടെ, പ്രൊട്ടക്ഷൻ ഒന്നും കാണണ്ട. ആളൊരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള തമാശ പറയുന്നത്. തമാശയാണോ കാര്യമാണോ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ തിരുവനന്തപുരത്താണ് കേട്ടോ. ഇപ്പൊ ബോംബെയിലായി പോയി. വരട്ടെ, നമുക്ക് ഇടയിൽ വെച്ച് കാണാം. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ മേടിച്ചിട്ടേ പോവൂ. ഏത് നൂറ്റാണ്ടിലെ ട്രെൻഡാണിത്? സൻ 1945 ഒരു വിറ്റ് കേട്ടിട്ട് എന്താ വെച്ച ചിരിക്കാത്തെ? ഓ പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെ തനങ്ങ് വിളച്ചിലെടുക്കല കേട്ടോ. ഉള്ളിൽ വെച്ചാണ്ടോ ഗ്ലാസ്? എന്താ ഇത് ഒടിക്കാൻ ഈ ഗ്ലാസ്? ഒടിക്കാം, മടക്കാം, തിരിക്കാം, വളയ്ക്കാം. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എപ്പോഴില്ല, ചില നേരങ്ങളിൽ നോർമലാവും, പെട്ടെന്ന് സ്വഭാവം മാറും. യുവമാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ സുഗുണ, ഇതിലേതാ നീ? ഞാൻ തന്നെ എവിടെ പോലും എന്നെ ഇരിക്കുന്ന ഒരാളുകൾ വരും. കണ്ണാടിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതാര് വയ്ക്കുന്നുള്ള പോലെ ഇരിക്കണ്ടേ? നമ്മളിപ്പം കണ്ണാടിക്ക് ഒരു പരിധി ഉണ്ട്. ഇപ്പൊ ഓരോരുത്തർ വയ്ക്കുന്ന പോലെ ഇരിക്കും. ഈ പറഞ്ഞത് സത്യം. നിനക്ക് വിവരം ഉണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പോഴും. കണ്ണാടിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? Because I want to be hot and sexy. എന്താ സാറേ? തനിക്കെന്താ ഇവിടെ കാര്യം? മരപ്പട്ടി കരിന്തോ ഒരു കരച്ചിൽ കേട്ടു. അത് സാറിന്റെ അളിയനാ. എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശക്കോട്ടയും ആകും. സാധനം ചിരിക്കുവാ. താനൊരു കാര്യം ചെയ്യും, നല്ല ബലാകുളിച്ചാതി എണ്ണ നമ്മുടെ സ്റ്റോളിൽ ഇരിപ്പുണ്ട്. അത് കുറച്ചെടുത്തിട്ട് തന്റെ തലയിൽ നല്ലവണ്ണം പൊത്തിയിട്ട് ആ പട്ടറ വളർത്തിപ്പ് മുങ്ങിക്കുളിക്കും.